വെടിനിർത്തൽ ലംഘിച്ചുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടയിൽ ഗസയിലെ ക്രൈസ്തവരുടെ ക്രിസ്മസ് ആഘോഷം. യുദ്ധത്തിൽ ചർച്ചുകൾ പലതും തകർന്നതിനാൽ വസതികളിലും മറ്റുമായിരുന്നു ആഘോഷം. ഗസ ജനത നേരിടുന്ന ദുരിതം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് മാർപ്പാപ്പ. ഇസ്രായേൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെടിനിർത്തൽ രണ്ടാം ഘട്ടം ജനുവരിയിൽ തന്നെ നിലവിൽ വരുമെന്ന് US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിയമവിരുദ്ധ കുടിയേറ്റ പദ്ധതിക്കെതിരെയുള്ള ലോകത്തിന്റെ എതിർപ്പ് തള്ളുന്നതായി ഇസ്രായേൽ. MC നാസർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഇന്ന് ക്രിസ്മസ് ആയിരുന്നു. ലോകമെമ്പാടുമുള്ള ആൾക്കാർ, ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഗസയിലെ ജനതയുടെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു? പള്ളികൾ പലതും ഇല്ല ഇന്ന്, അതുകൊണ്ട് തന്നെ അവരുടെ ക്രിസ്മസ് ആഘോഷം വീടുകളിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു ആദ്യം അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ആയിരക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളാണ് ഗസയിൽ ഇപ്പോൾ പോലും നിലവിലുള്ളത്. കാരണം നമുക്കറിയാൻ സാധിക്കും, 2 വർഷത്തിലധികം നീണ്ട യുദ്ധത്തിന്റെ വേളയിൽ നിരവധി പള്ളികൾ മാത്രമല്ല ചർച്ചുകളും ക്രൂരമായ രീതിയിൽ തന്നെ ആക്രമിക്കപ്പെടുകയായിരുന്നു. ഹോളി ഫാമിലി ചർച്ച് ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ ചർച്ചുകളും ആക്രമിക്കപ്പെടുകയും അത് പൂർണ്ണമായിട്ടും തകർക്കുന്ന ഒരു സമീപനമായിരുന്നു ഇസ്രായേൽ സൈനിക നേതൃത്വം സ്വീകരിച്ചത്. ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ യുദ്ധാനന്തരം ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ പോലും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവുമായിരുന്നു നടന്നത്. ആ ഒരു ശബ്ദമുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ്, വളരെ പരിമിതമായ സ്വഭാവത്തിലാണ് ക്രൈസ്തവ വിഭാഗം തങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വസതികളിലും മറ്റുമാണ് കൂടുതലും നടത്തിയത്. കാരണം ചർച്ചുകൾ, പ്രധാനപ്പെട്ട ചർച്ചുകളൊക്കെയും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലെ ഈ ജനത നേരിടുന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ ലോകത്തെ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ ലിയോ മാർപ്പാപ്പ തയ്യാറായി എന്നതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള വസ്തുതയാണ്. കാരണം ദൈവം ദുർബലമായിട്ടുള്ള കൂടാരം ഭൂമിയിൽ പണിതു എന്ന ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് ഗസയിലെ ജനത, പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ടെന്റുകൾ ഇപ്പോൾ തകർന്നടിഞ്ഞ ഒരു സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ തെരുവിൽ അഭയം തേടുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് തുടരുന്നത്. എന്തുകൊണ്ട് ഈ ദുരിതമായിട്ടുള്ള അവസ്ഥ, ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള അവസ്ഥയിലൂടെ ഒരു ജനത കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ ചിന്തകളിൽ ഗസ നിറയുന്നില്ല? അത് നമ്മെ എന്തുകൊണ്ട് ആകുലപ്പെടുത്തുന്നില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള വികാരപരിതമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ലിയോ മാർപ്പാപ്പ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ലോക തലത്തിൽ ഈ ഗസയിലെ ദുരിത ചിത്രം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനും അതിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാനും ഈ ക്രിസ്മസ് ദിനത്തിൽ മാർപ്പാപ്പ നടത്തിയ ആ ഒരു പ്രഭാഷണം വളരെ ശക്തമായി തന്നെ ഉപകരിച്ചു എന്നാണ് വിവിധ രാജ്യങ്ങളുടെ പ്രതികരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത്. ജീന, നാസർ, ഈ ക്രിസ്മസ് ദിനത്തിലും ഗസയിൽ ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. എവിടേക്കാണ് ആക്രമണങ്ങൾ ഉണ്ടായത്? മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. ജീന, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വടക്കൻ ഗസയിലെ ജബാലിയയിലാണ് ആക്രമണം നടന്നത്. ഒരാൾ യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗസയ്ക്ക് പുറമെയും വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും, ഹെബ്രോൺ, ജെറൂസലം ഉൾപ്പെടെയുള്ള, കാരണം ഇവിടങ്ങളിലൊക്കെ ഒരുപാട് ക്രൈസ്തവ വിശ്വാസികൾ പോലും ഉള്ളതാണ്. അവിടങ്ങൾക്കൊക്കെയും ഇന്നലെയും ഇന്നുമായിട്ട് ആക്രമണം നടന്നു. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ജൂത കുടിയേറ്റക്കാരെ രംഗത്തിറക്കി കൊണ്ട് ഫലസ്തീൻ ഭവനങ്ങൾ കയ്യേറാനും അവരെ അവിടെ നിന്ന് പുറന്തള്ളാനുള്ള നീക്കങ്ങൾ ഇന്നും ഹെബ്രോണിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, കൂടുതൽ കുടിയേറ്റം വ്യാപിപ്പിക്കാനുള്ള സംഘടിതമായിട്ടുള്ള ചില പദ്ധതികളും കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരെ UN ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാരണം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഘടന തകർക്കുമാറുള്ള ഇത്തരം ജൂത കുടിയേറ്റങ്ങൾ ഒരു നിലക്കും അനുവദിക്കുകയില്ല. അത്തരം നീക്കങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയണമെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ചർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നത്? അത് വളരെ പെട്ടെന്ന് വേണമെന്നായിരുന്നു ലോകരാജ്യങ്ങളൊക്കെ സമ്മർദ്ദമുണ്ടായിരുന്നു. അത് ഏത് രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്? ചീന, ഇതിൽ പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നപ്പം ഏതാണ്ട് ഒക്ടോബർ 10 ആ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇത്ര നാൾ പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ 900 തവണ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച അതേ ഇസ്രായേൽ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഹമാസാണ് ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് തങ്ങൾക്കും ചില ആക്രമണങ്ങൾ നടത്തേണ്ടി വരുന്നത് എന്ന വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാദമാണ് ഇസ്രായേൽ നേതൃത്വം ഇന്നലെ ഉന്നയിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഈ രണ്ടാം
ഘട്ടത്തിന്റെ ചർച്ചകൾ പെട്ടെന്ന് തന്നെ വേണം എന്നൊരു നിർദ്ദേശം അമേരിക്ക നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ കൂടിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഇതുമായി ബന്ധപ്പെട്ട് ജനുവരിയിൽ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് സ്ഥിരീകരിച്ചതായിട്ട് ഇസ്രായേൽ ജനുവരിയിൽ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഈ പരിമിതികൾക്കിടയിലും ദുരിതങ്ങൾക്കിടയിലും ഗസയിലെ ജനത ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചു. പള്ളികൾ പലതും നശിച്ചതിനാൽ വീടുകളിലായിരുന്നു പ്രധാനമായവരുടെ പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നത്. MC നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്. മീഡിയ 1 ടീ ടൈം ദോഹ റൺ നാളെ രാവിലെ 7 മണിക്ക് ദോഹയിലെ അൽബിദ പാർക്കാണ് റണ്ണിന് വേദിയാവുക. 50ലേറെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ റണ്ണിൽ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിവരങ്ങളുമായി ദോഹയിൽ നിന്നും അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഒരുക്കങ്ങൾ എവിടെ വരെയായി? എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം? ജിന, ടീ ടൈം ദോഹ റണ്ണിൻ്റെ 3ാമത്തെ എഡിഷൻ ഇനി മണിക്കൂറുകളേ ഉള്ളൂ ഈ റണ്ണിന് കിക്ക് ഓഫ് വിസിൽ മുഴങ്ങാൻ. ഏതായാലും ദോഹ അതിൻ്റെ എല്ലാവിധ ആവേശത്തിലുമാണ്. തുടർച്ചയായി 3ാമത്തെ വർഷമാണ് മീഡിയ 1 ദോഹ റൺ സംഘടിപ്പിക്കുന്നത്. 800ലേറെ ആളുകൾ ഈ റണ്ണ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മുടെ ഈ ദോഹയിലെ ഈ സീറിംഗ് റോഡിലുള്ള ഓഫീസിൽ വെച്ച് അവർ ജേഴ്സി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ബിറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 95% ആളുകൾ അത് കളക്ട് ചെയ്ത് കഴിഞ്ഞു. നാളെയാണ് ഈ നമ്മുടെ ഈ റേസ് പരിപാടി നടക്കുന്നത്. വളരെ മീഡിയ 1നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് കൂടിയാണ്. ഏകദേശം കഴിഞ്ഞ വർഷം മാത്രം 50ലേറെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള റണ്ണർമാരാണ് ഈ നമ്മുടെ മീഡിയ 1ൻ്റെ ഈ റണ്ണിൽ പങ്കെടുത്തിരുന്നത്. എന്ന് മാത്രമല്ല, ഇന്നിവിടെ നമ്മൾ ബിബ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ നിന്ന് രാജ്യങ്ങൾ, ഖത്തറികളായിട്ടുള്ള, അതുപോലെ UK, US, അതുപോലെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ, ഇങ്ങനെ അതുപോലെ സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, ഇങ്ങനെ ലോകത്തിൻ്റെ പല ദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാർ നാളെ റണ്ണർമാർ, ഓട്ടക്കാർ നമ്മുടേതായിട്ടുള്ള നമ്മുടെ സ്വന്തം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ 1നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ അഭിമാനപൂർവ്വമായ ഒരു പരിപാടി കൂടിയാണ് നാളത്തെ റൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരുക്കങ്ങളുടെ എൻ്റെ കൂടെ ഇതിൻ്റെ സംഘാടക സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന വളരെ സജീവമായിട്ട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എൻ്റെ കൂടെയുണ്ട്. അതുപോലെ നമ്മുടെ ഗൾഫിലെ മീഡിയ 1ൻ്റെ GM ഉണ്ട്, സവാബ്ക്കുണ്ട്. സവക്ക ഇന്ന് ഇതിനു വേണ്ടി മാത്രം ഇവിടെ എത്തിയതാണ്. എങ്ങനെയുണ്ട് സവക്ക്? നാളെയാണ് അപ്പോൾ നമ്മൾ വളരെ കാത്തിരുന്ന റണ്ണ് നടക്കാൻ പോകുന്നത്. എങ്ങനെ നോക്കിക്കാണും? മീഡിയ 1ൻ്റെ ദോഹ റണ്ണിൻ്റെ 3ാം എഡിഷനിൽ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നുന്നത് ഈ ഖത്തർ ഇതിനെ എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഖത്തർ എന്ന് പറയുമ്പോൾ ഒരു ഖത്തർ മാത്രമല്ല, ഖത്തറിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ, വ്യത്യസ്ത സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, മൊത്തം സമൂഹം അതിനെ ഏറ്റെടുത്തു എന്നുള്ളത് ഈ 3ാമത്തെ എഡിഷനിൽ തന്നെ നമുക്കത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ വർഷം 50ലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ ഇപ്രാവശ്യം അതിൽ കൂടുതൽ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ അത് ആവേശപൂർവ്വം പങ്കെടുക്കുന്നു. അവരിവിടെ വരുന്നു, ബിബ് കളക്ട് ചെയ്യുന്നു, അവരതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മീഡിയ 1ൻ്റെ ഒരു റണ്ണിനെ ഇത്രയും ആവേശത്തോടെ ആളുകൾ ഏറ്റെടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. അതെ, ഇതിനൊരു ടയറിംഗ് പ്രോസസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നെ നടക്കാറുണ്ട്. ഇതുപോലെ സംഘാടക സമിതിയുടെ ഇതിൻ്റെ ചെയർമാൻ കൂടി നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഫുർഖ അല്ലേ, ഏകദേശം പൂർത്തിയായി അല്ലേ? അതെ, ഏകദേശം 95% വിബ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ബാക്കി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു പരിപാടി നമ്മളൊരു എന്താ പറയുക, ഒരു വേൾഡ് ടൂർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പല രാജ്യങ്ങളും നമ്മൾ എത്തുന്നതിന് പകരം എല്ലാ രാജ്യങ്ങളും നമ്മളെ പരിപാടിയിലേക്ക് വരികയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു ഭയങ്കര, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര റിഫ്രഷ് ആവുന്ന ഒരു പ്രോഗ്രാമാണ്. അത് മീഡിയ 1 സംഘടിപ്പിക്കുന്നത് പറയുന്നത് നമുക്ക് ഭയങ്കര അഭിമാനം കൂടിയാണ്. അപ്പോൾ നാളെ 6:30 കൂടി, രാവിലെ 6:30 കൂടി നമ്മുടെ പരിപാടികൾക്ക് സ്റ്റാർട്ടാവും, ആരംഭം കുറിക്കും. അതിൻ്റെ ഒരു ഫസ്റ്റ് അതിൻ്റെ വാമപ്പ് സെഷനോട് കൂടി ആരംഭിക്കും. പിന്നീട് മത്സരങ്ങളാണ്. പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലാണ് മത്സരം. അഡൾട്ട് വിഭാഗത്തിന് 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, അതുപോലെ 2.5 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് അത് മെയിലും ഫീമെയിലും നടക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്കായിട്ട് 2.5 കിലോമീറ്ററിൻ്റെ റണ്ണ് നടക്കും. അതുപോലെ നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ട് 800 മീറ്ററിൻ്റെ ഒരു കോൺടെസ്റ്റ് നടക്കും. അതോടുകൂടെ സാംസ്കാരിക കലാപരിപാടികളുണ്ടാവും. അതിഗംഭീരമായി തന്നെ നമ്മൾ ഈ ഇവൻറ്റിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മീഡിയ 1ൻ്റെ അണിയറ പ്രവർത്തകരുമുള്ളത്. ഏതായാലും ഒരു ലോകത്തിൻ്റെ മൊത്തം ഒരു പരിച്ഛേദത്തെ നാളത്തെ അൽബിദ പാർക്കിൽ നടക്കുന്ന ദോഹ റണ്ണിൽ നമുക്ക് കാണാൻ കഴിയും. ജിന, ശരി. ഏതായാലും മീഡിയ 1നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പരിപാടി തുടങ്ങാൻ ബാക്കിയുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നാണ് മുഹമ്മദ് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നത്.
മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. യമനിലെ തടവുകാരെ പരസ്പരം കൈമാറുന്നതിനുള്ള കരാറിനെ കുവൈത്ത് സ്വാഗതം ചെയ്തു. യമനെ സമാധാനത്തിലേക്കും സ്ഥിരതയിലേക്കും നയിക്കുന്ന സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. കരാർ സാധ്യമാക്കുന്നതിന് ഒമാനും സൗദി അറേബ്യയും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ മന്ത്രാലയം അഭിനന്ദിച്ചു. UN സെക്രട്ടറി ജനറലിന്റെ യമനിലേക്കുള്ള പ്രത്യേക ദൂതന്റെ ഓഫീസ്, അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി എന്നിവയുടെ പങ്കിനും കുവൈത്ത് നന്ദി അറിയിച്ചു. സർവീസിനൊരുങ്ങുന്ന റിയാദ് എയറിന്റെ ആദ്യ ഡ്രീം ലൈനർ ബോയിംഗ് വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ പൂർത്തിയായി. അമേരിക്കയിൽ ബോയിംഗ് കമ്പനിയുടെ പൈലറ്റുമാരാണ് ഔദ്യോഗിക പറക്കൽ പൂർത്തിയാക്കിയത്. അന്തിമഘട്ട നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ വിമാനം റിയാദ് എയറിന് കൈമാറും. റിയാദ് എയർലൈൻസിന്റെ ആദ്യ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനങ്ങളാണ് പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയത്. B1 പരീക്ഷണ പറക്കലിന് നേതൃത്വം നൽകിയത് ബോയിംഗ് കമ്പനിയുടെ പൈലറ്റുമാരാണ്. വിജയകരമായിരുന്നു പരീക്ഷണം. സൗത്ത് കരോലിനയിലെ ചാൾസ്റ്റണിലുള്ള ബോയിംഗ് കേന്ദ്രത്തിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത്. സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ പ്രക്രിയയുടെ ഭാഗമായിരുന്നു പരീക്ഷണ പറക്കൽ. വിമാനത്തിന്റെ പ്രകടനം, സുരക്ഷ, മറ്റു സംവിധാനങ്ങൾ തുടങ്ങിയവ പരീക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ട പരീക്ഷണ പറക്കലാണ് പൂർത്തിയാക്കിയത്. വിമാനം കൈമാറുന്നതിന് മുൻപ് റിയാദ് എയറിന്റെ സ്വന്തം പൈലറ്റുമാർ പരീക്ഷണ പറക്കൽ നടത്തും. ഇതിനുശേഷമായിരിക്കും റെഗുലേറ്ററി അംഗീകാരങ്ങൾ നൽകുക. പിന്നീടായിരിക്കും കൈമാറ്റം. ഈ മാസം അവസാനത്തോടെയായിരിക്കും റിയാദ് എയർ സേവനം നൽകി തുടങ്ങുക. വാണിജ്യാടിസ്ഥാനത്തിലുള്ള സേവനങ്ങൾ നൽകാനുള്ള എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് നേരത്തെ കമ്പനി കരസ്ഥമാക്കിയിരുന്നു. ഇന്ത്യ, യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക തുടങ്ങി 100-ലധികം എയർപോർട്ടുകളെ ലക്ഷ്യമാക്കിയായിരിക്കും റിയാദ് എയർ പറക്കുക. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. പിഴ ഒഴിവാക്കാൻ തൊഴിലാളികളുടെ ശമ്പളം വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി കൃത്യസമയത്ത് കൈമാറണമെന്ന് ഓർമ്മിപ്പിച്ച് ഒമാൻ തൊഴിൽ മന്ത്രാലയം. എല്ലാ സ്ഥാപനങ്ങളും 90% പേരുടെയും നവംബർ മുതലുള്ള ശമ്പളം WPS വഴി കൈമാറിയെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം പറഞ്ഞു. തൊഴിലാളികളുടെ ശമ്പളം WPS വഴി കൃത്യസമയത്ത് കൈമാറുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് എല്ലാ കമ്പനികളും സ്ഥാപനങ്ങളും അവരുടെ തൊഴിലാളികളിൽ കുറഞ്ഞത് 90% പേരുടെയും നവംബറിലെ ശമ്പളം മുതൽ വേതന സംരക്ഷണ സംവിധാനം വഴി കൈമാറ്റം ചെയ്യണം. സെപ്റ്റംബർ 21 നടത്തിയ മുൻ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ നിർദ്ദേശം. നിയമങ്ങൾ പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പിഴകൾ തടയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇവ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പിഴയടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. ജീവനക്കാരൻ ശമ്പളത്തിന് അർഹനായതു മുതൽ 3 ദിവസത്തിനുള്ളിൽ വേതനം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണമെന്നടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ മന്ത്രാലയം പുറപ്പെടുവിച്ചിരുന്നു. കൈമാറ്റം ചെയ്യപ്പെടുന്ന വേതനം കരാറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായിരിക്കണം. ഏതെങ്കിലും അധിക അലവൻസുകൾ, ഓവർ ടൈം വേതനം അല്ലെങ്കിൽ കിഴിവുകൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി വ്യക്തമാക്കണമെന്നും നിർദ്ദേശത്തിൽ സൂചിപ്പിച്ചിരുന്നു. മീഡിയ 1, മസ്കത്ത്. കുവൈത്ത് വിവര സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഊഷ്മള സ്വീകരണം ഒരുക്കി ബഹ്റൈൻ. ബഹ്റൈൻ രാജാവുമായുള്ള കൂടിക്കാഴ്ചയിൽ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായി. ബഹ്റൈനും കുവൈത്തും തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുമെന്ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ. ബഹ്റൈൻ സന്ദർശനത്തിനെത്തിയ കുവൈത്ത് വിവര സാംസ്കാരിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ അൽ മുതൈരിയെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു ഹമദ് രാജാവ്. ബഹ്റൈനും കുവൈത്തും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെയും വിവിധ മേഖലകളിലെ സഹകരണത്തെയും ഇരുവരും പരസ്പരം അഭിനന്ദിച്ചു. ബഹ്റൈൻ സന്ദർശനത്തിന്റെ ഭാഗമായി മുഹറക് നൈറ്റ്സ് ഉൾപ്പെടെയുള്ള വിവിധ സാംസ്കാരിക പരിപാടികളും മന്ത്രി അബ്ദുറഹ്മാൻ അൽ മുതൈരി സന്ദർശിച്ചു. ബഹ്റൈന്റെ സാംസ്കാരിക പൈതൃകത്തെയും കലാപരിപാടികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. വാർത്താവിനിമയ രംഗം, കായിക മേഖല, യുവജനക്ഷേമം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ ചർച്ചയിൽ തീരുമാനമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കുവൈത്ത് അമീർ നൽകുന്ന പിന്തുണയെ ഹമദ് രാജാവ് പ്രശംസിച്ചു. കൂടിക്കാഴ്ചയിൽ ബഹ്റൈനിലെ ജനങ്ങളുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനുമുള്ള കുവൈത്ത് അമീറിന്റെ ആശംസകൾ അൽമുത്തേരി ഹമദ് രാജാവിനെ അറിയിച്ചു. മറുപടിയായി കുവൈത്ത് അമീറിനും കുവൈത്തിലെ ജനങ്ങൾക്കും ഹമദ് രാജാവ് തിരിച്ചും ആശംസകൾ നേർന്നു. തനിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിനും ഉദാത്തമായ ആതിഥ്യ മര്യാദയ്ക്കും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയോട് മന്ത്രി അബ്ദുറഹ്മാൻ അൽ മുതൈരി നന്ദിയും കടപ്പാടും അറിയിച്ചു. മീഡിയ 1, ബഹ്റൈൻ. ഷാർജയുടെ സ്വന്തം പാലുൽപ്പന്ന ഫാക്ടറി മലീഹയിൽ തുറന്നു. ഷാർജ ഭരണാധികാരിയാണ് മലീഹ ഡയറി ഫാക്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലാഭം ലക്ഷ്യമിടാതെ ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിയാകും ഫാക്ടറി പ്രവർത്തിക്കുകയെന്ന് ഭരണാധികാരി പറഞ്ഞു. ഭക്ഷ്യോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത നേടാൻ ഷാർജ വിഭാവനം ചെയ്യുന്ന പദ്ധതികളുടെ തുടർച്ചയാണ് ഷാർജയിലെ മലീഹ ഡയറി ഫാക്ടറി. മലീഹ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ നേരത്തെ വിപണി കീഴടക്കിയിരുന്നു. പശുക്കിടാങ്ങളെ പ്രത്യേക തീറ്റി കൊടുത്ത് വളർത്തി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ A2A2 കാറ്റിൽ ഫാമിനുള്ള ലോക റെക്കോർഡും മലീഹ ഫാം സ്വന്തമാക്കി. മണിക്കൂറിൽ 500 പശുക്കളിൽ നിന്ന് പാൽ കറന്നെടുക്കാൻ ഫാക്ടറിയിൽ സൗകര്യമുണ്ട്. ദിവസം 1 ലക്ഷം ലിറ്ററാണ് ഉൽപ്പാദനശേഷി.
പാലിനു പുറമെ തൈര്, ലബാനെ എന്നിവയും ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച് പാക്ക് ചെയ്ത് വിപണിയിലെത്തിക്കും. മണിക്കൂറിൽ 4500 യൂണിറ്റ് ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്ത് പുറത്തിറക്കാൻ ഫാക്ടറിക്ക് ശേഷിയുണ്ട്. ഹോളണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 64,000 അപൂർവ ഇനം പശുക്കളാണ് മലീഹ ഡയറി ഫാമിന്റെ പ്രത്യേകത. മീഡിയ 1 ഷാർജ. ബഹ്റൈനിലെ മനാമയെയും മുഹറഖിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനും ലക്ഷ്യമിട്ടുള്ള പ്രധാന പദ്ധതികളിലൊന്നാണിത്. ഇരുവശങ്ങളിലേക്കും 2 വരികൾ വീതമുള്ള അത്യാധുനിക ഫ്ലൈ ഓവറാണ് നിർമ്മാണത്തിലിരിക്കുന്നത്. മനാമ, മൊഹറഖ്, ബുസൈത്തീൻ, അൽസായ, ദിയാറൽ മുഖറബ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് പാലം പൂർത്തിയാകുന്നതോടെ വലിയ ആശ്വാസമാകും. മക്ക ഹറമിൽ മുതിർന്നവർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക പാതകൾ ഒരുക്കി. തിരക്കൊഴിവാക്കി ഹറമിനുള്ളിൽ എളുപ്പത്തിൽ പ്രവേശിക്കാനും പുറത്തിറങ്ങാനുമാണ് പുതിയ സംവിധാനം. ഇരുഹറം മന്ത്രാലയമാണ് പ്രത്യേക സൗകര്യം ഒരുക്കിയത്. മക്ക ഹറമിലെ തിരക്ക് പരിഗണിച്ചാണ് മുതിർന്നവർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക പാത ഒരുക്കിയത്. ഏത് സമയത്തും തടസ്സമില്ലാതെ പ്രവേശിക്കാനും പുറത്തു കടക്കാനും സഹായിക്കുന്ന വിധത്തിൽ ഹറമിലെ വിവിധ പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിച്ചാണ് പാതകൾ. വഴി കണ്ടെത്താനായി നൂതന ഗൈഡൻസ് ബോർഡുകളും ലൊക്കേഷൻ റൂട്ടുകളും പള്ളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തവാഫ് നിർവഹിക്കുന്നതിനായി ഗോൾഫ് കാറുകളും ഇലക്ട്രിക് വീൽ ചെയറുകളും ഉപയോഗപ്പെടുത്താം. ഇതിനായി മുൻകൂട്ടി ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി ബുക്ക് ചെയ്യണം. പ്രായമായവരെ സഹായിക്കുന്നതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരെയും പ്രധാന കവാടങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ശാരീരിക പ്രയാസം നേരിടുന്നവർക്ക് പ്രയാസമില്ലാതെ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ പുതിയ സംവിധാനങ്ങൾ സഹായകമാകും. ഹറമിന്റെ 64, 91 എന്നീ കവാടങ്ങൾക്ക് സമീപം പ്രത്യേക പ്രാർത്ഥനായിടങ്ങളും ഇവർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ സൗകര്യം വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. മീഡിയ 1 മക്ക. കുട്ടികൾ പൊതു റോഡിൽ ഇരുചക്ര വാഹനങ്ങളുമായി ഇറങ്ങുന്നത് തടയാൻ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് അജ്മാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. കുട്ടികൾ സൈക്കിളിലും ബൈക്കിലും റോഡിൽ വിലസുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. കുട്ടികളുടെ സുരക്ഷയിൽ ആദ്യത്തെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കാണെന്ന് അജ്മാൻ പോലീസ് പറയുന്നു. റോഡിലിറക്കാൻ അനുമതിയില്ലാത്ത ഇരുചക്ര വാഹനങ്ങളുമായി കുട്ടികൾ വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിലെത്തുന്നത് വൻ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. അജ്മാനിൽ നേരത്തെ ഈ സ്കൂട്ടറുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കുട്ടികൾ പലരും കളിപ്പാട്ടമായി ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ വരെ റോഡിലിറങ്ങാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മീഡിയ 1 അജ്മാൻ. ബഹ്റൈനിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 87 പ്രവാസികളെ നാട് കടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി. തൊഴിൽ താമസ വിസ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടവരെയാണ് നാട് കടത്തിയത്. ഇവർക്ക് പുറമെ 8 പേരെ നിയമ നടപടികൾക്കായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിലായി 242 പരിശോധനകളാണ് ഒരാഴ്ചയ്ക്കിടെ LMRA നടത്തിയത്. രാജ്യത്ത് അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഒമാന്റെ തലസ്ഥാനം വീണ്ടും ആഘോഷത്തിൽ നിറയുന്ന മസ്കത്ത് നൈറ്റ്സിന് പുതുവർഷത്തിൽ തിരിതെളിയും. നഗരത്തിന്റെ വിവിധ വേദികളിലായി 1 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ രാവുകൾക്കാണ് തുടക്കമാവുക. ഏതൊക്കെയാണ് വേദികൾ, എന്തൊക്കെയാണ് പരിപാടികളെന്ന് വിശദമായി അറിയാം. രശ്മി ജയദാസ് ചേരുന്നുണ്ട്. രശ്മി, പ്രധാനമായും വേദികൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ജീന, ഒമാന്റെ തന്നെ ശീതകാല ഉത്സവം എന്ന് വിളിക്കുന്ന മസ്കറ്റ് നൈറ്റ്സിന് ആരംഭം കുറിക്കുകയാണ്. ജനുവരി 1 മുതൽ 31 വരെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇതോടെ തിരിതെളിയുന്നത്. പുതുവർഷത്തിൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ 8 പാർക്കുകളിൽ അല്ലെങ്കിൽ 8 വേദികളിലായാണ് വിവിധ ആഘോഷങ്ങൾ നടക്കുക. കല, സാംസ്കാരികം, കായികം, വിനോദം തുടങ്ങി വിവിധ ആഘോഷങ്ങൾ ഈ മസ്കറ്റ് നൈറ്റ്സിനോടനുബന്ധിച്ച് നടക്കും. 2 ദശലക്ഷം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടിയിരിക്കുന്നത്. കൂടാതെ തന്നെ സിറാജ് എന്ന കഥാപാത്രമാണ് ഇത്തവണത്തെ മസ്കറ്റ് നൈറ്റ്സിന് ഒരു പ്രത്യേകതയായി അധികൃതർ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മസ്കറ്റ് നൈറ്റ് സന്ദർശകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് സിറാജ് എന്നത്. ഒമാന്റെ ആകാശത്തിലൂടെ നീങ്ങുന്ന ഒരു പ്രകാശത്തിന്റെ ബാലൻ എന്നർത്ഥം വരുന്ന രീതിയിലാണ് സിറാജ് എന്ന കഥാപാത്രത്തെ മസ്കറ്റ് നൈറ്റ്സിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ദൃശ്യാകർഷണമാണ് സിറാജ് എന്നതുകൊണ്ട് അധികൃതർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പ്രതീകാത്മക ഒമാനി പ്രകാശപുത്രനാണ് മസ്കറ്റ്
ഈ സിറാജ് എന്ന കഥാപാത്രം കൊണ്ട് ഈ വേദികൾ ഉദ്ദേശിക്കുന്നത്. വേദികൾ 8 വേദികളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ആദ്യം ഗുറം നാച്ചുറൽ പാർക്കിൽ നിന്ന് തുടങ്ങി അമീറാത്ത് പബ്ലിക് പാർക്ക് വരെ നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ വേദികളിലായി. ഒമാൻ ഓട്ടോമൊബൈൽസ് അസോസിയേഷൻ, റോയൽ ഒപ്പാര ഹൗസ് മസ്കത്ത് തുടങ്ങിയവയിലെല്ലാം വേദികളാണ്. സീ ബീച്ച്, ഗുരയാത്ത്, വിലയാത്ത് തുടങ്ങിയവയെല്ലാം വേദികളാണ്. വാദി അൽഗൂത്ത്, ഗുറം നാച്ചുറൽ പാർക്ക് വരെ നീളുന്നതാണ് വേദികൾ. വിവിധ പരിപാടികൾ മസ്കറ്റ് നൈറ്റ്സുമായി സംബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സംഗീതവും ജലപ്രദർശനങ്ങളും ഡ്രോൺ ഷോ, കുടുംബ ഗെയിമുകൾ തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ദൈനംദിന പരേഡുകൾ, പ്രാദേശിക അന്തർദേശീയ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവയും മസ്കറ്റ് നൈറ്റ്സിൽ ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക, കലാ, സംഗീത പരിപാടികൾ, സർക്കസ് തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമാണ്. കുട്ടികൾക്കായി വർക്ക്ഷോപ്പുകൾ, ഡ്രിഫ്റ്റിംഗ്, കാർ ഷോ, സിപ്ലൈനിംഗ്, ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവയും പരിപാടിയിലുണ്ട്. ഫിറ്റ്നസ് സെക്ഷനുകൾ, ബീച്ച് ഫുട്ബോൾ തുടങ്ങിയവയും പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. വോളിബോൾ ടൂർണമെന്റുകൾ, അന്താരാഷ്ട്ര ഡിസൈനർമാർ പങ്കെടുക്കുന്ന ഫാഷൻ വീക്ക് തുടങ്ങിയവയും പരിപാടിയിലുണ്ട്. അമീറാത്ത് പബ്ലിക് പാർക്ക്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുറം നാച്ചുറൽ പാർക്ക് തുടങ്ങിയവയാണ് പ്രധാന പൈതൃക ഗ്രാമവേദികൾ. ജീന. ഗൾഫ് പ്രവാസികളും ഇന്ന് തിരുപ്പിറവിയെ വരവേറ്റു. വിവിധ രാജ്യക്കാർ ഒന്നിച്ചുള്ള ക്രിസ്മസ് ആഘോഷമാണ് ഇവിടുത്തെ പ്രത്യേകത. ഗൾഫിൽ ഇന്ന് പ്രവൃത്തി ദിനമാണെങ്കിലും ആഘോഷത്തിന്റെ പൊലിമകൾക്ക് ഇവിടെ കുറവുണ്ടായിട്ടില്ല. ഗൾഫിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത ദേവാലയങ്ങളുള്ള രാജ്യമാണ് UAE. എല്ലാ ദേവാലയങ്ങളിലും വലിയ തിരക്കാണ് ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് അനുഭവപ്പെട്ടത്. മലയാളികൾ കൂടുതൽ സംഗമിക്കുന്ന ദുബൈയിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്തയാണ് ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ക്രിസ്മസിന് 20 ഭാഷകളിൽ വരെ വിശുദ്ധ കുർബാന നടക്കുന്ന ദേവാലയങ്ങൾ ദുബൈയിലുണ്ട്. പ്രവാസികൾക്ക് ഓരോ ക്രിസ്മസും പല കാരണങ്ങളാൽ സ്പെഷ്യലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അതുകൊണ്ട് നമുക്കത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് ആണ്. നമ്മുടെ അപ്പം സ്റ്റൂവ്, പിന്നെ നമ്മുടെ തനതായുള്ള കറികൾ എല്ലാം ഉണ്ടാവും. നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ മാത്രമായിട്ട് രാത്രി കുർബാനയ്ക്കും. പക്ഷെ ഇവിടെ അങ്ങനെ വീട്ടുകാർ ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ വന്നിരുന്നു. ഇവിടെ നമുക്ക് ഫ്രണ്ട്സായിട്ട് നമ്മൾ കൂടിയൊരു ഫാമിലി പോലെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ കൂട്ടം മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല. പല രാജ്യക്കാർ ഇവിടെ തന്നെ നമുക്ക് പല രാജ്യക്കാർ ഇവിടെ ഈ പള്ളത്തിനെ കാണാൻ പറ്റും. ഞാൻ നാട്ടിൽ ആഘോഷിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ആഘോഷം എനിക്ക് ഇവിടെയാണ്. ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ പേരൻസിനെ പോലും ക്രിസ്മസ് സമയങ്ങളിൽ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 23 വർഷമായി ദുബായിലാണ്. എങ്കിലും നാട്ടിലേക്കാളിലും ഒരു പടി കൂടി ആഘോഷം കൂടുതലാണ് ദുബായിലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ത്രില്ലിംഗ് ആയിട്ട് നാട്ടിലേക്കും അവിടെ ഇച്ചിരി കൂടി പൊളിക്കാൻ പറ്റുന്ന. ബത്ലഹേമിലെ പോലെ മഞ്ഞു പെയ്യുന്ന പുൽക്കൂടും കൂറ്റൻ ക്രിസ്മസ് ട്രീയും പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ വക ഇത്തവണത്തെ സ്പെഷ്യലായിരുന്നു. 15 ദിവസത്തോളം എല്ലാ രാത്രിയും ഇവിടെ വന്ന് ഏകദേശം ഒരു 3 മണി വരെ പ്രവർത്തിച്ചിട്ടാണ് ഈ പുൽക്കൂട് നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വിശുദ്ധ കുർബാന കഴിയുന്നതോടെ കരോൾ സംഘത്തിന്റെ ഈ വർഷത്തെ കൊട്ടിക്കലാശം. Favorite part of Christmas celebration? The Santa Claus. പ്രവൃത്തി ദിവസമാണ് ഇത്തവണ ഗൾഫിൽ ക്രിസ്മസ് കടന്നു വരുന്നതെങ്കിലും പരിമിതികൾക്കിടയിലും പ്രവാസികൾ ക്രിസ്മസ് കെങ്കേമമാക്കുകയാണ്. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ആഹ്ലാദത്തിൽ കുവൈത്തിലെ വിശ്വാസികൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി കുവൈത്തിൽ ക്രിസ്തീയ സമൂഹം യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. പാതിരാ കുർബാനകളിലും ക്രിസ്തുമസ് ശുശ്രൂഷകളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ക്രിസ്മസിനെ വരവേൽക്കാൻ കുവൈത്തിലെ പ്രധാന പള്ളികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേർന്നു. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും സംഘടിപ്പിച്ചു. ബത്ലഹേമിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കുവൈറ്റ് സിറ്റിയിലെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ വലിയ വിശ്വാസി സമൂഹം ഒത്തുകൂടി. ഇന്ത്യൻ ഓർത്തഡോക്സ്, സിറിയൻ ഓർത്തഡോക്സ്, മലങ്കര മാർത്തോമ, യാക്കോബായ, നാനായ, CSI, സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മലയാളി സഭകളടക്കം വിവിധ സഭകളുടെ ക്രിസ്മസ് ആരാധനകൾക്ക് NECK വേദിയായി. വിവിധ സഭകളിലെ ശുശ്രൂഷകന്മാരോടൊപ്പം കേരളത്തിൽ നിന്നെത്തിയ ബിഷപ്പുമാർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ക്രിസ്മസ് ദിനത്തിൽ NECK ചെയർമാൻ റവറന്റ് ഇമ്മാനുവൽ ബെന്യാമിൻ ഗരീബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്രിസ്മസ് പരിപാടികളും സംഘടിപ്പിക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ തിരുപ്പിറവിയുടെ പ്രത്യേക ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും വ്യാഴാഴ്ച വെളുപ്പിന് 3 മണിക്ക് കുവൈറ്റ് സിറ്റി ഹോളി ഫാമിലി കോ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു.
ശുശ്രൂഷകൾക്ക് റവറന്റ് ഡോക്ടർ തോമസ് കാഞ്ഞിരമുകളിൽ അച്ഛൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സീറോ മലബാർ സഭയുടെ GCC അപ്പസ്തോലിക വിസിറ്റേറ്റർ ഫാദർ ജോളി വടക്കൻ തിരുപ്പിറവിയുടെ വചന സന്ദേശം നൽകി. സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയ പള്ളിയിലെ ഈ വർഷത്തെ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പൊലീത്ത അലക്സിയോസ് മാർ യൂസേബിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഹമ്മദിയിലെ സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ എബ്രഹാം PJയും റവറന്റ് ഫാദർ ജോമോൻ ചെറിയാനും നേതൃത്വം നൽകി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുവൈത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളും പ്രത്യേക പരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മീഡിയ 1 കുവൈത്ത്. സലാലയിലെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ നടന്നു. ദാരിസിലെ ചർച്ച് സമുച്ചയത്തിൽ ബുധനാഴ്ച രാത്രിയായിരുന്നു ശുശ്രൂഷകൾ. വിവിധ ഭാഷകളിൽ നടന്ന ചടങ്ങുകളിൽ സലാലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസി വിശ്വാസികൾ സംബന്ധിച്ചു. സലാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി PO മത്തായി അച്ഛൻ നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സെന്റ് ജോൺസ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ഫാദർ സിനു ചാക്കോ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് ഇന്ന് UK മലയാളികൾ ക്രിസ്മസ് ആഘോഷിച്ചു. ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ സ്മരണ പുതുക്കുന്ന ആഘോഷ ദിനമാണിന്ന്. പള്ളികളും വീടുകളും പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ക്രിസ്തുമസ് ട്രീകളാലും അലങ്കരിച്ചും പരസ്പരം സ്നേഹം കൈമാറിയുമാണ് UKയിലെ മലയാളികൾ ക്രിസ്മസ് ആഘോഷിച്ചത്. യേശുക്രിസ്തുവിന്റെ സ്മരണ പുതുക്കി UKയിലെ ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ ഇന്നലെ വൈകിട്ട് 4 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടെ യേശുവിന്റെ ജനന പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. രാത്രി നമസ്കാരത്തിന് ശേഷം പള്ളിക്ക് ചുറ്റും നടന്ന തീജ്വാല പ്രദക്ഷിണത്തിൽ 300-ൽ പരം ഇടവക വിശ്വാസികൾ പങ്കെടുത്തു. ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ഇടവക വികാരി ഫാദർ ബിനു തോമസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാപികളായ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായച്ചിറങ്ങി വന്ന് മുൻകൂട്ടിൽ ജാതം ചെയ്ത യേശുദമ്പുരാന്റെ തിരുപ്പിറവിയുടെ ഈ നാളിൽ മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ഇടവകയുടെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഇടവക മെത്രാപ്പൊലീത്ത ഹിസ് എമിനൻസ് എബ്രഹാം മാർ സ്റ്റെഫാനിയോസ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. കുടുംബസംഗമത്തിനും സ്നേഹവിരുന്നിനും ശേഷം രാത്രി 10 മണിയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാടെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ഈ ക്രിസ്മസ് വേളയിൽ എല്ലാ മതവിഭാഗങ്ങളിലും ഐക്യവും സ്നേഹവും രൂപപ്പെടട്ടെ. UKയിൽ നിന്നും നിസാർ അലിയാർ, മീഡിയ 1. ഗൾഫ് മാധ്യമം സൗദിയിലെ ദമാമിൽ സംഘടിപ്പിക്കുന്ന ഹാർമോണിയസ് കേരളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ വൈകിട്ട് ദമാം അൽഖോബാർ ഹൈവേയിലെ സ്പോർട്സ് സിറ്റിയിൽ പരിപാടിക്ക് തുടക്കമാകും. ഗായകൻ MG ശ്രീകുമാറിന്റെ 42 വർഷത്തെ സംഗീതയാത്രയുടെ ആഘോഷം കൂടിയാണ് പരിപാടി. ടിക്കറ്റ് വിൽപ്പന അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കിഴക്കൻ സൗദിയിലെ സംഗീതാസ്വാദകർക്ക് ആഘോഷരാവൊരുക്കി ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന ഹാർമോണിയസ് കേരള നാളെ നടക്കും. വൈകിട്ട് 6 മണിയോടെ ദമാം അൽഖോബാർ ഹൈവേയിലുള്ള ഗ്രീൻ സ്പോർട്സ് സ്റ്റേഡിയം സംഗീത സാന്ദ്രമാകും. പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. അതിഥികളൊക്കെ, നമ്മളുടെ ഗസ്റ്റുകളൊക്കെ ഏകദേശം എത്തിക്കഴിഞ്ഞു. കിഴക്കൻ പ്രവിശ്യ വളരെ അത്യാവേശത്തോടു കൂടിയിട്ടാണ് ഇത് ഏറ്റെടുത്തുള്ളത്. പ്രത്യേകിച്ച് ഇത് നടക്കുന്ന വെന്യൂ തന്നെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇവിടുത്തെ സ്പോർട്സ് അതോറിറ്റിയുടെ കീഴിലുള്ള ഈ സ്പോർട്സ് ഹാൾ, റാക്കയിൽ വളരെ പ്രശസ്തമായ ഈ സ്പോർട്സ് ഹാൾ നമുക്ക് വിട്ടുതന്നിരിക്കുന്നത് തന്നെ ഗൾഫ് മാധ്യമവും മീഡിയ 1 ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സൗദി അറേബ്യയുടെ ചരിത്രത്തിനൊപ്പം നടന്നതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണ്. മധുമയമായി പാടാം എന്ന പേരിൽ 42 വർഷത്തെ MGയുടെ സംഗീതോപാസനയുടെ വാർഷികം കൂടിയാണ് ഗൾഫ് മാധ്യമം ആഘോഷിക്കുന്നത്. നടി പാർവതി തിരുവോത്ത്, യുവനടൻ അർജുൻ അശോകൻ, ഗായകരായ നിത്യമാമൻ, ശിഖ പ്രഭാകരൻ, ലിബിൻ സക്കറിയ, ഗോകുൽ ഗോപകുമാർ എന്നിവരും അരങ്ങിലെത്തും. MG ശ്രീകുമാർ എന്ന് പറയുന്ന നമ്മുടെ ഹൃദയഗായകൻ, അദ്ദേഹത്തിൻ്റെ ഗാനസഭയുടെ 42 വർഷങ്ങളുടെ ഒരു ആഘോഷം കൂടിയാണ് ഈ ഹാർമോണിയസ് കേരളത്തിൽ നടക്കുന്നതെന്നുള്ളതാണ്. അഭിനയ തികവിനപ്പുറത്ത് തൻ്റെ അഭിപ്രായ തികവ് കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പാർവതിയുടെ സാന്നിധ്യം, അതുപോലെ തന്നെ യുവാക്കളുടെ ഹരമായി മാറിയ അർജുന അശോകൻ്റെ സാന്നിധ്യം, പിന്നെ വളരെ ഗംഭീരമായ ഗായകർ, അതുപോലെ തന്നെ സിദ്ദീഖ് റോഷൻ എന്ന് പറയുന്ന അനുകരണ കലയിലെ ഒരു വേറിട്ട മുഖമായി മാറിയ സിദ്ദീഖ് റോഷൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ ദ്രുത ചലനങ്ങളിലൂടെ കൗമാര മനസ്സുകളെ
ഇളക്കി മറിച്ച റംസാൻ എന്ന് പറയുന്ന ഡാൻസറുടെ സാന്നിധ്യം, അങ്ങനെ എല്ലാം കൊണ്ടും അതിവ്യത്യസ്തമായ ഒരു ഷോയാണ് ഹാർമോണിയസ് കേരള അതിലൂടെ അരങ്ങേറുന്നത്. MGയോടൊപ്പം പാട്ടുപാടാൻ അവസരവും ഹാർമോണിയസ് കേരള ഒരുക്കുന്നുണ്ട്. അതിനുള്ള ഗായകരുടെ സെലക്ഷൻ പരിപാടികൾ സമാപിച്ചു. വിദ്വേഷത്തിനു പകരം മനുഷ്യനന്മയെന്ന പ്രമേയം കൂടിയാണ് ഹാർമോണിയസ് കേരള. ടിക്കറ്റ് വിൽപ്പന തുടരുകയാണ്. 30 റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. 4 പേർക്ക് 100 റിയാൽ മുതൽ ആരംഭിക്കുന്ന കാറ്റഗറിയും ലഭിക്കും. മീഡിയ 1 ദമ്മാം. ബഹ്റൈനിൽ കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ഡേറ്റിൽ കൃത്രിമം കാട്ടി വിൽപ്പന നടത്തിയ കേസിൽ സ്ഥാപന ഉടമയ്ക്ക് 1 ലക്ഷം ദിനാർ പിഴയും തടവും. സ്ഥാപന ഉടമയ്ക്ക് പുറമെ കേസിൽ ഉൾപ്പെട്ട 2 പ്രവാസി തൊഴിലാളികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. സ്ഥാപന ഉടമയായ മുഖ്യപ്രതിയുടെ കമ്പനി ഗോഡൌണാണ് തട്ടിപ്പ് കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഡേറ്റിൽ കൃത്രിമം കാട്ടി വീണ്ടും ബഹ്റൈൻ വിപണിയിലേക്ക് ഇറക്കുകയായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ രീതി. കമ്പനിയിലെ തന്നെ ഒരു ജീവനക്കാരന്റെ പരാതിയിലാണ് വാണിജ്യ മന്ത്രാലയം ഗോഡൌണിൽ പരിശോധന നടത്തുന്നതും തട്ടിപ്പ് കണ്ടെത്തുന്നതും. ഈ കേസിലാണ് ബഹ്റൈൻ ലോവർ ക്രിമിനൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. കേടായ ഭക്ഷ്യവസ്തുക്കൾ കൈവശം വെച്ച് വിപണനം ചെയ്തെന്ന് തെളിഞ്ഞതോടെ പ്രതിയായ സ്ഥാപനോടമയ്ക്ക് 3 വർഷം തടവും 1,100,000 ദിനാർ പിഴയുമാണ് കോടതി വിധിച്ചത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 പ്രവാസി ജീവനക്കാരും ഇതോടൊപ്പം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇവരിൽ ഒരാൾക്ക് 2 വർഷം തടവും അടുത്തയാൾക്ക് 1 വർഷം തടവ് ശിക്ഷയുമാണ് വിധിച്ചത്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഈ 2 പ്രതികളെയും ബഹ്റൈനിൽ നിന്ന് നാടുകടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കേടായതും കാലഹരണപ്പെട്ടതുമായ ഭക്ഷ്യവസ്തുക്കൾ കൈവശം വയ്ക്കുക, അവയുടെ കാലാവധി തീയതികൾ വ്യാജമായി മാറ്റി വിതരണം ചെയ്യുക, മതിയായ ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. മീഡിയ 1 ബഹ്റൈൻ. ഖത്തർ വേദിയായ ഫിഫ അറബ് കപ്പ് കാണാനെത്തിയത് 12.2 ലക്ഷം കാണികൾ. കാണികളിൽ 1/4 ഭാഗം വിദേശികളാണെന്നും സംഘാടക സമിതി വ്യക്തമാക്കി. ഡിസംബർ 1 മുതൽ 18 വരെയായിരുന്നു ടൂർണമെന്റ്. കളിക്കൊപ്പം ഖത്തറിന്റെ സാംസ്കാരിക പൈതൃകം കൂടി ലോകത്തിനു മുൻപിൽ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഫിഫ അറബ് കപ്പ്. കളി ആസ്വദിക്കാനായി സ്റ്റേഡിയത്തിലെത്തിയത് 1,22,063 പേരാണ്. ഇതിൽ 25% വിദേശികൾ. GCC രാഷ്ട്രങ്ങൾക്ക് പുറമെ ജോർദാൻ, അൾജീരിയ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ കാണികളെത്തിയത്. വിഖ്യാതമായ ലുസൈൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മൊറോക്കോ ജോർദാൻ ഫൈനൽ കാണാൻ 84,517 പേരെത്തി. 6 സ്റ്റേഡിയങ്ങളിലായി 32 കളികളിൽ നിന്ന് 77 ഗോളുകളാണ് ടൂർണമെന്റിൽ പിറന്നത്. 71 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 2,269 മാധ്യമപ്രവർത്തകർ ടൂർണമെന്റ് റിപ്പോർട്ട് ചെയ്യാനെത്തി. 2021 എഡിഷനേക്കാൾ 3 മടങ്ങ് കൂടുതലാണിത്. 3,500 വളണ്ടിയർമാരും 700 മെഡിക്കൽ സ്റ്റാഫും ടൂർണമെന്റിന്റെ ഭാഗമായി. 11,573 ഭിന്നശേഷിക്കാർ കളിയാരവം ആസ്വദിക്കാനെത്തി. വീൽചെയർ ഉപയോഗിക്കുന്നവർക്കായി പ്രത്യേക സീറ്റിംഗും ഓഡിയോ കമന്ററിയും ഉണ്ടായിരുന്നു. ഭിന്നശേഷിക്കാർക്കായി സെൻസറി റൂമും ഒരുക്കിയിരുന്നു. മീഡിയ 1 ദോഹ. ഒമാനിൽ ഭിന്നശേഷിക്കാരെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ്. 2 വർഷം വരെ തടവും 3,000 റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. ഭിന്നശേഷിക്കാരോടുള്ള അതിക്രമം, ചൂഷണം, ദുരുപയോഗം, അവമതിപ്പുളവാക്കുന്ന പെരുമാറ്റം എന്നിവയെല്ലാം ഈ പരിധിയിൽ വരും. ഭിന്നശേഷിക്കാരുടെ മാന്യത, പ്രശസ്തി, ബഹുമാനം എന്നിവ ഹനിക്കുന്ന ഏതൊരു പ്രവൃത്തിയും ക്രിമിനൽ കുറ്റമായി കണക്കാക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ബഹ്റൈനിൽ പുതുവത്സര അവധി പ്രഖ്യാപിച്ചു. 2026 ജനുവരി 1 വ്യാഴാഴ്ച ബഹ്റൈനിലെ മന്ത്രാലയങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് പുതുവത്സര അവധി സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത്. അജ്മാനിലെ ഊദ് അൽ റീം എന്ന റിക്രൂട്ട് ഏജൻസിയുടെ അംഗീകാരം സർക്കാർ റദ്ദാക്കി. വീട്ടുജോലിക്കാരുടെ നിയമനത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. UAE തൊഴിൽ മന്ത്രാലയമാണ് അംഗീകാരം റദ്ദാക്കിയത്. അതേസമയം വീഴ്ചകൾ പരിഹരിക്കാനും നിയമവിധേയമാക്കാനും കമ്പനി അധികൃതർക്ക് മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. പ്രമുഖ കൺസൾട്ടൻസി ഗ്രൂപ്പായ കോർപ്പറേറ്റ്സിന്റെ സൗദി ആസ്ഥാനം റിയാദിൽ തുറന്നു. റിയാദ് ജെറി സ്ട്രീറ്റിലാണ് ഓഫീസ് തുറന്നത്. സൗദിയിലേക്കുള്ള നിക്ഷേപ ലൈസൻസ് മുതൽ മുഴുവൻ സേവനങ്ങളും കോർപ്പറേറ്റ്സിന് ലഭ്യമാകും. സൗദിയിലെ നാഷണൽ ഹബ്ബാണ് കോർപ്പറേറ്റ് റിയാദിൽ തുറന്നത്. ഗ്രൂപ്പ് HR മേധാവി ഹുസൈൻ അൽ സമദാനി, ഡയറക്ടർമാരായ ഫൈസൽ അരിമ്പ്ര, അബ്ദുൽ ഹക്കീം,
ജാസിം ജൗഹർ എന്നിവർ ചേർന്ന് പുതിയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തു. റിയാദ് മലാസിലെ ജരീർ സ്ട്രീറ്റിൽ ഹൈപ്പർ വഫക്ക് മുകളിലാണ് ഓഫീസ്. സൗദിയിലെ ബിസിനസ് സാധ്യതകൾ കണ്ടുകൊണ്ട് ഒരുപാട് വിദേശ ഇൻവെസ്റ്റേഴ്സ് സൗദിയിലോട്ട് വരുന്ന ഒരു സമയമാണിത്. അവരൊരു ഫസ്റ്റ് പോയിൻ്റാണ് ആക്ച്വലി റിയാദിൽ അവരുടെ ബിസിനസ് സ്യൂട്ടബിൾ ആവോ എന്നുള്ള ഫീസിബിലിറ്റി സ്റ്റഡി പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ബിസിനസ് ഫോർമേഷൻസിൻ്റെ സപ്പോർട്ടും ബിസിനസ് രജിസ്ട്രേഷൻസ് അതുപോലെ തന്നെ അവരെ ബിസിനസ് മുൻപോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ടാക്സേഷൻസ്, അക്കൗണ്ടിങ്, ഫിനാൻസ് പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേറ്റ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ. അവരുടെ ബിസിനസ് ഇവിടെ സ്യൂട്ട് ആവുമോ എന്നുള്ള ഒരു ഡിസിഷൻ, അത് ചിലപ്പോൾ യെസ് ആയിരിക്കാം, നോ ആയിരിക്കാം. ആ ഡിസിഷൻസ് വരെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് കോർപ്പറേറ്റ്സ് മുമ്പോട്ട് പോകുന്നത്. ഒരു പ്രൊഫഷണൽ ബൊട്ടീക്ക് കൺസൾട്ടിംഗ് ഫേമാണ് കോർപ്പറേറ്റ്സ്. ഈ സാധ്യതകൾ മുൻകണ്ട് സൗദിയിലോട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയും അവരെ ഗൈഡ് ആവുകയും അവരെ കൂടെ അവരുടെ ബിസിനസ്സിനോടൊപ്പം തന്നെ സഞ്ചരിക്കുക എന്നുള്ളതാണ് കോർപ്പറേറ്റ്സിൻ്റെ ലക്ഷ്യം. സൗദിയിലേക്കുള്ള നിക്ഷേപ ലൈസൻസ് ലഭ്യമാക്കൽ, ബിസിനസ് അഡ്വൈസ്, സാമ്പത്തിക സേവനങ്ങൾ, ടാക്സ്, കോർപ്പറേറ്റ്, ലീഗൽ സേവനങ്ങൾ എന്നിവയെല്ലാം ഗ്രൂപ്പ് ലഭ്യമാക്കും. കോർപ്പറേറ്റ്സിന്റെ സൗദിയിലെ 3ാമത്തെ ബ്രാഞ്ചാണിത്. റിയാദ് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിൽ വെച്ചാണ് ഗ്രൂപ്പ് സൗദിയിലെ പുതിയ ബ്രാഞ്ചിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നത്. ബിസിനസ് രംഗത്തുള്ളവരുടെ മികച്ച നയതന്ത്ര പങ്കാളിയാവുകയെന്ന നീക്കമാണ് പുതിയ ബ്രാഞ്ചിന് പിറകിലെന്ന് ഗ്രൂപ്പ് അറിയിച്ചു. മീഡിയ വൺ, റിയാദ്. സർവമായ എന്ന തന്റെ പുതിയ ചിത്രം ഒരു റിയലിസ്റ്റിക് പ്രേതകഥയാണെന്ന സംവിധായകൻ അഖിൽ സത്യൻ. നേരിട്ട് കാണാത്തത് സിനിമയാക്കാറില്ലെന്ന് പറഞ്ഞ സംവിധായകൻ പക്ഷേ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ കുടുങ്ങിപ്പോയി. നടൻ നിവിൻ പോളിക്കൊപ്പം ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു രസകരമായ രംഗങ്ങൾ. എന്തുകൊണ്ട് ഫീൽ ഗുഡ് ചിത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്നു എന്ന ചോദ്യത്തിന് അഖിൽ സത്യൻ നിമിഷങ്ങൾക്ക് മുമ്പ് നൽകിയ മറുപടി ഇതായിരുന്നു. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകൾ ചിന്തിക്കാനാണ് ചെയ്യുന്നത്. ഞാനൊരു കൊലപാതകം കണ്ടിട്ടില്ല ഇതുവരെ, ഞാനൊരു ബോംബ് കണ്ടിട്ടില്ല, ഞാൻ വില്ലന്മാരെ കൊണ്ടുപോകാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കാണാത്ത കാഴ്ച എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയ സിനിമയിലുടനീളം ഒരു പ്രേത കഥാപാത്രമുണ്ടെന്ന് വെളിപ്പെടുത്തിയതോടെ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നായി മാധ്യമപ്രവർത്തകർ. ഞാൻ എന്നെ പറയുന്നോ, ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. നമുക്ക് എല്ലാം കുറച്ച് മസാലപ്പൊടി ഇടുന്ന പോലെയാണ്. അപ്പോൾ ആ എക്സ് ഫാക്ടറാണ് പ്രേതം ഇതിനകത്ത്. അതെ അതെ. ഇപ്പൊ ഞാൻ പ്രേതമാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഇടുമ്പോൾ ആലോചിക്കുന്നത്. കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പ്രേതമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനെ പോയി കാണും, വീട്ടിൽ പോയി എല്ലാവരും പോയി നോക്കും. ഞാൻ പ്രേതപ്പടം കണ്ടാൽ ഞാൻ ഓടും. ഒരു പ്രേതമാണെങ്കിൽ പോലും ഞാൻ പ്രേതപ്പടം ഓഫ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു റിയലിസ്റ്റിക് പ്രേതമാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. പ്രേതങ്ങളെ പേടിയുള്ള ഒരു പ്രേതം. നായകൻ നിവിൻ പോളിക്കും പ്രേതങ്ങളെയും പ്രേതകഥകളെയും പേടിയാണ്. ഈ ഹൊറർ ഏരിയ ഭയങ്കര പേടിയാണ്. അതേപോലെ പേടിയുള്ള ഒരാളാണ് അഖിലും. സെയിം സിറ്റുവേഷൻ ആണ്. വലിയ മുറി പറ്റില്ല, ചെറിയ മുറി വേണം. അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അത് എനിക്ക് ടെൻഷൻ. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഇതേപോലത്തെ അനുഭവങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ തമാശയ്ക്ക് നമ്മൾ കരുതി ഫാമിലിക്കും കുട്ടികൾക്കും കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹൊറർ പടം ഉണ്ടാക്കാൻ എഴുതിയിട്ടാണ് സർവമയിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇതേ സിറ്റുവേഷൻ അങ്ങനെ വന്നാലോ എന്ന് ഞാൻ ഇടയ്ക്ക് അഖിലോട് ചോദിച്ചു. ഇതേപോലെ ഒരു പ്രേതം കൂടെ വന്നിരുന്ന് എന്ത് ചെയ്യും? സിനിമയിൽ പ്രേതകഥാപാത്രമായി എത്തുന്ന റിയ ഷിബുവിനെയും സംവിധായകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. ഫിലിമാണ്. ഞാൻ ഫസ്റ്റ് ഫിലിം കപ്പ് എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്ത്. ആദ്യ ദിനം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ലഭിച്ച സർവമായ നിവിൻ പോളിയുടെ തിരിച്ചുവരവിനും വഴിയൊരുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അണിയറ പ്രവർത്തകർ. മീഡിയ വൺ, ദുബായ്. സിനിമയുടെ കണക്കുകൾ നിർമ്മാതാക്കൾ പുറത്തുവിടുന്നതിനോട് യോജിപ്പില്ലെന്ന് നടൻ നിവിൻ പോളി. സിനിമ ഫ്രറ്റേണിറ്റിക്ക് ഇത് ഗുണം ചെയ്യില്ല. സർവമായ സിനിമയുടെ ഭാഗമായി ദുബായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നടപടിയോടുള്ള നിവിന്റെ പ്രതികരണം. ഈ കണക്ക് ഈ പുറത്തുവിടുന്ന പരിപാടി അല്ലെങ്കിൽ അതെന്തിനാന്നുള്ള ഇപ്പോഴും ഇത്രയും നാളില്ലാത്തൊരു ഒരു പരിപാടിയായിരുന്നു. അത് വേണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഫ്രട്ടേണിറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ഒരു ഇൻവെസ്റ്റേഴ്സ് വരാനോ അല്ലെങ്കിൽ ഇതിനെല്ലാത്തിനും ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി. ഇപ്പം എല്ലാ ബിസിനസ്സിലും കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, പ്രോഫിറ്റ്, ലോസ് ഉണ്ട്. ഇത്
അങ്ങനെ ഭയങ്കര വലിയ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ സിനിമേനെയും ഇൻഡസ്ട്രീനെയും മലയാള സിനിമ ഇൻഡസ്ട്രി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് നിന്ന് ഒരു അസോസിയേഷനും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മദീനയിൽ അറബി കാലിഗ്രഫിക്കായി സ്ഥാപിച്ച ആഗോള കേന്ദ്രം തുറന്നു. മദീന ഗവർണർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാനവും ഗവേഷണവും പരിശീലനവും ലഭ്യമാക്കുന്ന കേന്ദ്രത്തിൽ മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്. അറബിക് ലിപിയുടെ പൈതൃകവും സാംസ്കാരിക പ്രാധാന്യവും ആഗോളതലത്തിൽ ഉയർത്തുന്നതിനാണ് സെന്റർ സ്ഥാപിച്ചത്. ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ പേരിലുള്ള സ്ഥാപനം മദീന ഗവർണർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ശുദ്ധമായ അറബി ഭാഷയുടെ ഉത്ഭവ കേന്ദ്രവും നൂറ്റാണ്ടുകളുടെ അറബി ഭാഷാ ചരിത്രവുമുള്ള സൗദി അറേബ്യയുടെ മണ്ണിൽ അറബി ഭാഷയിലെ അതിമനോഹരമായ കയ്യെഴുത്ത് കലയായ കാലിഗ്രഫിക്കു വേണ്ടി ഒരു കേന്ദ്രം ഒരുങ്ങുന്നു എന്നുള്ളത് അറബി ഭാഷാ സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ അറബി ഭാഷാ സാഹിത്യത്തിൻ്റെ കുലപതിയായി അറിയപ്പെടുന്ന മുഹമ്മദ് നബിയുടെ പട്ടണമായി അറിയപ്പെടുന്ന മദീനയിലാണ് ഈ അറബി കാലിഗ്രഫിക്ക് വേണ്ടിയുള്ള ഈ കേന്ദ്രം ഒരുങ്ങുന്നത് എന്നുള്ളത് ഈ അറബി ഭാഷാ സ്നേഹികളുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നതാണ്. അറബിക് ലിപിയുടെ സാംസ്കാരികവും നാഗരികവുമായ അടയാളങ്ങൾ ചേർത്തുവെച്ചാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം. ഖുർആൻ എഴുത്തിന്റെയും ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായിരുന്ന നഗരം എന്നർത്ഥം വരുന്ന ദാറുൽ കലം എന്ന പേരിലാണ് കേന്ദ്രം അറിയപ്പെടുക. വിജ്ഞാനവും ഗവേഷണവും പരിശീലനം, ബിസിനസ് അവസരങ്ങൾ എന്നിങ്ങനെ വിവിധ സേവനങ്ങൾ കേന്ദ്രം വഴി ലഭ്യമാവും. സൗദി അറേബ്യ അറബി കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട് നിരവധി അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഗവേഷണ തൽപരതയോടുകൂടി മേഖലയെ സമീപിക്കുന്നവർക്കും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നൽകി വരുന്നതും. നമുക്കറിയാം, ലോകത്തിൽ തന്നെ ആദ്യത്തെ അറബി കാലിഗ്രാഫി പഠിക്കാനുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോകത്ത് പ്രൊവൈഡ് ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ. അൽ ഖത്താത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഏത് രാജ്യത്ത് നിന്നുകൊണ്ടും അറബി കാലിഗ്രാഫി പഠിക്കാൻ അവസരം ഇപ്പോൾ സൗദി അറേബ്യ കൊടുക്കുന്നുണ്ട്. ആർക്കൈവിംഗ് യൂണിറ്റ്, കാലിഗ്രഫി മ്യൂസിയം, കാലിഗ്രഫി ബിസിനസ് ഇൻക്യുബേറ്റർ തുടങ്ങിയവ സെന്ററിന്റെ ഭാഗമാണ്. വിഷൻ 2030 ഭാഗമായാണ് പദ്ധതി. മദീനയെ അറബിക് കാലിഗ്രഫിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. സാബിത് സലീം, മീഡിയ 1, മദീന. ഇനി മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ലൈസൻസ് പാട്ടത്തിന് നൽകിയ സ്വകാര്യ ഡെന്റൽ സെന്ററിന്റെയും ശാഖകളുടെയും പ്രവർത്തന ലൈസൻസ് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം റദ്ദാക്കി. ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ചാണ് പ്രവർത്തനമെന്ന് കണ്ടെത്തൽ. കുവൈത്തിലെ വെസ്റ്റ് ഫ്യൂനൈറ്റീസ് റിസർവോയറുകളിലെ ജലശൃംഖലയിൽ നാളെ അറ്റകുറ്റപ്പണി. വെള്ളിയാഴ്ച രാത്രി 8-ന് ആരംഭിക്കുന്ന അറ്റകുറ്റപ്പണിക്ക് 1 മണിക്കൂറെടുക്കും. ജലവിതരണത്തിൽ താൽക്കാലികമായി കുറവ് അനുഭവപ്പെടാൻ സാധ്യത. കുവൈത്തിലെ സർക്കാർ സേവന ആപ്ലിക്കേഷനായ സഹൽ വഴി 5 പുതിയ ഇലക്ട്രോണിക് സേവനങ്ങൾ ആരംഭിച്ചു. ഭിന്നശേഷിക്കാർക്കും പരിചാരകർക്കും കുറഞ്ഞ ജോലി സമയം അനുവദിക്കണമെന്ന അഭ്യർത്ഥന, ട്രാഫിക് പെർമിറ്റ് അപേക്ഷ തുടങ്ങിയവയ്ക്ക് ആപ്പ് വഴി അപേക്ഷിക്കാം. കുവൈത്തിൽ കടം തിരിച്ചടയ്ക്കാത്തവർക്കെതിരായ അറസ്റ്റ് വാറന്റുകളുടെ എണ്ണം ഗണ്യമായി ഉയർന്നു. 2025 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ 5669 അറസ്റ്റ് വാറന്റ് അപേക്ഷ രജിസ്റ്റർ ചെയ്തു. ഷാർജയിലെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഇമാം, മുഅദ്ദീൻ എന്നിവരെ ഇനി മുതൽ സർക്കാർ ജീവനക്കാരായി കണക്കാക്കും. സർക്കാർ ജീവനക്കാരുടെ പദവിയും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭ്യമാക്കാൻ ഷാർജ ഭരണാധികാരി നിർദ്ദേശം നൽകി. ഇമാം, മുഅദ്ദീൻ എന്നിവർക്ക് ലീവ് സറണ്ടർ തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭ്യമായിരിക്കും. ഒമാനിൽ അപകടകരമായി വാഹനം ഓടിച്ച ഏഷ്യക്കാർ അറസ്റ്റിൽ. ഗതാഗത നിയമം ലംഘിക്കുന്ന ഡ്രൈവിംഗ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു.
ജിദ്ദയിൽ മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മങ്കട പാങ് ഇല്ലിക്കൽ റഹീമാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. 30 വർഷമായി പ്രവാസിയായിരുന്ന ഇദ്ദേഹം നഗ്ദി ഫാർമസി ജീവനക്കാരനാണ്. സന്ദർശക വിസയിലെത്തിയ ഭാര്യയ്ക്കൊപ്പമായിരുന്നു താമസം. ജിദ്ദ KMCC വെൽഫെയർ വിങ്ങിന് കീഴിൽ നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട്. കസബ പ്രവാസി കൂട്ടായ്മയുടെ കുടുംബസംഗമം കാസർഗോഡ് നടന്നു. സംഗമത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കസബിലെ 1000-ലേറെ പ്രവാസി കുടുംബം പങ്കെടുത്തു. കസബിലെ പ്രവാസ ജീവിതത്തിൽ 50 ആണ്ട് പൂർത്തിയാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഒമാനിലെ കസബിൽ മലയാളികൾ പ്രവാസികളായി എത്തിത്തുടങ്ങിയത് 1970കളിലാണ്. അന്ന് തൊട്ട് കസബിലെത്തിയവരുടെ കുടുംബങ്ങളാണ് കാസർഗോഡ് ഒത്തുചേർന്നത്. പ്രവാസ ചരിത്രത്തിൻ്റെ ഓർമ്മകളും സൗഹൃദങ്ങളും പങ്കുവെക്കുന്ന വേദി കൂടിയായി കുടുംബസംഗമം. കാസർഗോഡ് നടന്ന കസബ് കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനായി മാത്രം 100 കണക്കിന് പ്രവാസികളാണ് നാട്ടിലെത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രവാസികൾ, കസബിൽ ജീവിച്ചിരുന്ന മലയാളികൾ, അതിൽ ക്യാൻസലായി പോയവരും ഇപ്പോൾ അവിടെ തുടർന്ന് വരുന്നവരൊക്കെ ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു വലിയൊരു ഗ്യാതറിംഗ് ആണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഗമത്തിൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.